അപ്പം നമുക്ക് അവധി ആഘോഷിക്കാനായിട്ട് മരട്ടിൽ നിന്ന് 2 മാക്കാച്ചി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടേ. ഇത്രയും നേരം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് പുറകെ നടക്കണമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇഡ്ഡലിയും പഞ്ചസാരയും മതി എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഇഡ്ഡലിയും പഞ്ചസാര ഉണ്ടാക്കി, ഒരാൾക്ക് കുട്ടിദോശ മതി എന്ന് പറഞ്ഞ് കുട്ടിദോശ ഉണ്ടാക്കിയപ്പോൾ അവന് കുട്ടിദോശ വേണ്ട മൊരിഞ്ഞ ദോശ മതി എന്ന് പറഞ്ഞ് അവന് വേണ്ടി പൊന്നു സ്പൈഡർ വെബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ ദോശ മാവ് വെച്ചിട്ട്. പിന്നെ ഒരു ഏലിയനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണ്ടേ. പൊന്നുവിന് വേണ്ടിയിട്ട് പൊന്നുതേ വേറെ ദോശയും ഉണ്ടാക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്റ്റാനിമോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പുന്നാരിക്കാൻ വേണ്ടി വന്നേക്കണേന്ന്. സ്റ്റാനിമോൾ പുന്നാരിക്കണപ്പോഴേക്കും അവനും ഓടി വന്നിട്ടാ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ വീടൊരു യുദ്ധക്കളമായിരിക്കും സുഹൃത്തുക്കളെ, യുദ്ധക്കളമായിരിക്കും. നിന്ന നിപ്പിൽ പ്രാവിൻ കുഞ്ഞുങ്ങൾ പുലിയും കടുവയും സിംഹവും കാണ്ടാമൃഗവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറും. ഞാനൊരു ശിക്കാരി ശംഭു ആകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. സ്റ്റീവൂട്ടിന് ഏതു നേരം വാലി പിടിക്കുന്ന കാരണം എന്നോട് പരാതി പറഞ്ഞ് കിടക്കണേ കേട്ടോ ഒരാൾ. ഒരു കഷ്ണം പേപ്പർ ഉണ്ടായിരുന്നതൊക്കെ പിച്ചി കീറിയിട്ടേക്കണേനെ. അപ്പോൾ ഇത് 2 പേർക്കും വരയ്ക്കാൻ പേപ്പർ കൊടുക്കണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്കും വരയ്ക്കാനായിട്ടുള്ള പേപ്പറും പേനയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ചേച്ചമ്മ എനിക്കൊരു റൗണ്ട് വരച്ചതാണെന്നും പറഞ്ഞായിരുന്നു അവൻ. അപ്പം ഞാൻ റൗണ്ട് വരച്ച് കൊടുത്താൽ നീ എങ്ങനെയാടാ പടം വരയ്ക്കണേന്ന് വെച്ചപ്പോഴേക്കും ചേച്ചമ്മ ആദ്യം വരച്ചതാണെന്നും പറഞ്ഞു. അങ്ങനെ ഞാനൊരു റൗണ്ടൊക്കെ വരച്ച് കൊടുത്ത്. അപ്പോൾ സ്റ്റാനിമോൾ വേറെ സ്ഥലത്തിരുന്ന് മലയും പിന്നെന്തോ ട്രക്കോ ഏതാണ്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ട്രക്കിന് പുക പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. ലാസ്റ്റ് എൻ്റെ പുക പോണത് നിങ്ങൾ കാണൂട്ടോ, ചുമ്മാ പറഞ്ഞതാണേ. 2 പേരും കുഴപ്പമൊന്നുമില്ല. കുറച്ച് തല്ലുപിടുത്തവും തല്ലുപൊളിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുമില്ലാതെ പിന്നെ പിള്ളേരെന്ത് പിള്ളേർ അല്ലേ. അപ്പോൾ 2 പേരും കൂടി ഇരുന്ന് വര തകൃതിയായിട്ട് നടക്കണുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുക്കള പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഒരാൾ എന്നെ പടം കാണിച്ചു തരാനായിട്ട് വിളിച്ചിട്ട് അവൻ്റെ പടത്തിൻ്റെ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മലയുടെ അറ്റത്ത് ഒരാളിരിക്കണതും പിന്നെ മരങ്ങളും പിന്നെന്തോ പക്ഷികൾ പറക്കണതും വീടുകളൊക്കെയാണ് കേട്ടോ അവൻ വരച്ചേക്കണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.